മുണ്ടക്കയം ഭാഗത്തു നിന്നും കുട്ടിക്കാനത്തേക്കുള്ള കയറ്റം കയറിയെത്തുമ്പോൾ കുട്ടിക്കാനം ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 2.5 കിലോമീറ്റർ നമ്മൾ പിന്നിടുമ്പോൾ നമ്മൾ പള്ളിക്കുന്ന് എന്ന് പറയുന്ന പ്രശസ്തമായ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. അവിടെയാണ് JD മൺറോയുടെ ശവകുടീരവും ഡോണി എന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ കുതിരയും അടക്കം ചെയ്തിരിക്കുന്ന പള്ളി. ഏകദേശം 160ഓളം വർഷം പഴക്കമുള്ള പ്രസിദ്ധമായ ആ പള്ളിയും അതിനോട് അനുബന്ധിച്ചുള്ള ബ്രിട്ടീഷ് സെമിത്തേരിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൈറേഞ്ച് മലനിരകളിൽ ആദ്യമായി പള്ളിമണികൾ മുഴങ്ങിയിട്ട് ഫെബ്രുവരി 10-ന് 162 വർഷമാകും. ഹൈറേഞ്ചിൽ തോട്ട വ്യവസായം തുടങ്ങുന്നതിനായി എത്തിയ ബ്രിട്ടീഷുകാർ 1869 സ്ഥാപിച്ച പീരുമേട് പള്ളിക്കുന്ന് സെൻറ്റ് ജോർജ് CSI ദേവാലയം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. CMS മിഷണറിയായിരുന്ന ഹെൻറി ബേക്കറിന് തിരുവിതാംകൂർ രാജാക്കന്മാർ നൽകിയ 15.5 ഏക്കർ സ്ഥലത്താണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ കാവൽ പിതാവായ സെൻറ്റ് ജോർജിൻ്റെ നാമത്തിലാണ് ഈ ദേവാലയം. ദേവാലയത്തോട് ചേർന്ന് 2 ഏക്കർ സ്ഥലത്തുള്ള ബ്രിട്ടീഷ് സെമിത്തേരിയും ചരിത്ര പ്രസിദ്ധമാണ്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള 34 വിദേശികൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇന്നും ഈ സ്ഥലം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ അധീനതയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് സഭാംഗങ്ങളെ സംസ്കരിക്കുവാൻ അനുമതിയൊന്നുമല്ല. എന്നാൽ ഇവിടെ വിദേശീയരല്ലാത്ത ഒരാളെ അടക്കം ചെയ്തിട്ടുണ്ട്. അതിവിടെ സേവനം ചെയ്ത ആദ്യ ഇന്ത്യൻ വൈദികനായ റവറൻ നല്ലതമ്പിയുടേത് ആണ്. എന്നാൽ ഈ വീഡിയോ ചിത്രീകരണത്തിനിടയ്ക്ക് മനസ്സിനെ അലട്ടിയ ഒരു ശവകുടീരം കൂടിയുണ്ട്. ഒരു കുഞ്ഞു മാലാഖയുടെ. ബ്രിജറ്റ് മേരി എന്ന നാമധേയത്തിൽ അവിടെ കൊത്തിവെച്ചിരിക്കുന്ന ഫലകത്തിൽ തൻ്റെ 2 വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞ് മരണപ്പെട്ടുപോയ ഒരു കുഞ്ഞുമാലാഖയുടെ ശവകുടീരം. നവംബർ 4, 1932 സ്റ്റാൻലിയുടെയും ഇവ റോസൻ്റെയും മകളായി ജനിച്ച് നവംബർ 4, 1934 തൻ്റെ 2ാം പിറന്നാൾ ദിനത്തിൽ, ഒരുപക്ഷെ പിറന്നാൾ ആഘോഷവേളയിൽ അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷത്തിനായി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന സമയത്ത് രംഗബോധമില്ലാത്ത കോമാളി തട്ടിയെടുത്ത ഒരു കുഞ്ഞ് ചിത്രശലഭം. ആ ശവകുടീരത്തിൽ പണിത് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ രൂപമുണ്ട്. കാലപ്പഴക്കത്താലോ മറ്റോ 2 കൈകളും നഷ്ടപ്പെട്ട് ദുഃഖഭാവത്തോടെ നിൽക്കുന്ന ആ രൂപത്തിൽ ഒന്നേ നോക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ 89 വയസ്സുകാരിയായി തൻ്റെ തലമുറകളെ ലാളിക്കേണ്ടിയിരുന്ന ഒരു മുത്തശ്ശിയായിരുന്നേനെ ആ മാലാഖ. ആ ശവകുടീരത്തിൻ്റെ മറുസൈഡിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഈ ഹരിതാഭയാർന്ന ഈ പച്ചപ്പാർന്ന ഭൂമിയിലേക്ക് കടന്നു വന്ന ഒരു മാലാഖയായിരുന്നു ഞാൻ. എന്നാൽ തിരിച്ചു പോകുമ്പോൾ ഒരു പുഷ്പം ഇറുത്തുകൊണ്ട് പോവുകയാണ് എന്ന്. യഥാർത്ഥത്തിൽ ആ പുഷ്പം ഇറുത്തുകൊണ്ട് പോയത് ദൈവമാണ്. ഇന്ന് ക്രിസ്തീയ വിശ്വാസപ്രകാരമാണെങ്കിൽ ഈ മാലാഖ കുഞ്ഞ് യഥാർത്ഥ മാലാഖയായി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾ കുട്ടിക്കാനം വഴി വരുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ബ്രിട്ടീഷ് സെമിത്തേരി കാണണം. ഇവിടെ അന്തിയുറങ്ങുന്നവർ നിരവധി പേരാണ്. 34 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ കയ്യിലെടുക്കാവുന്നതെല്ലാം എടുത്തുപോയി. എന്നാൽ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കാഞ്ഞത് ഈ സെമിത്തേരിയും ഇവിടെ അന്തിയുറങ്ങുന്ന ആൾക്കാരുടെ ഓർമ്മകളുമാണ്. ഈ ബ്രിട്ടീഷ് സെമിത്തേരിയിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ വന്നത് JD മൺറോയുടെയും അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്തിരിക്കുന്ന കുതിരയുടെയും വീഡിയോ എടുക്കാനാണ്. അപ്പോൾ ഈ കുഞ്ഞു മാലാഖയുടെ ശവകുടീരം കണ്ടപ്പോൾ, അതിൻ്റെ അഭാവം കണ്ടപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ ചെയ്തത്. തുടർന്ന് വരുന്ന എപ്പിസോഡിൽ JD മൺറോയുടെ ശവകുടീരവും അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളും
അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പ്രിയ കൂട്ടുകാരിയായിരുന്ന സഹചാരിയായിരുന്ന ഡോണി എന്ന കുതിരയെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയും ഒക്കെ നമുക്ക് കണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം ലിജു.